ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇവിടെ സമയം ഒരു എപ്പോഴാണ് 5:30 ആവാറായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ഏട്ടൻ ഈ ആഴ്ച കംപ്ലീറ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം ഒരു 2 മണി എന്തോ ആയപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് പക്ഷേ രാവിലെ നമ്മൾ സ്മൂത്തി അല്ലാട്ടോ കഴിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമുക്കിവിടെ നോമ്പൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ ഏട്ടൻ ഇവിടുന്ന് രാവിലെ കഴിച്ചിട്ട് സ്മൂത്തി എന്താ വെച്ചാൽ കഴിച്ചിട്ട് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ ബ്രേക്കിന് അവിടെ നിന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാറുണ്ട്. പിന്നെ രാത്രി വന്നിട്ട് സാലഡ് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പം നോമ്പ് ഇന്നലെ തുടങ്ങിയല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കഫറ്റീരിയ നമ്മൾ എപ്പോഴും ഇല്ല, ഏതൊരു ലിമിറ്റഡ് ടൈമിലാണ് കഫറ്റീരിയ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ സമയം എന്ന് പറയുമ്പോൾ കഫറ്റീരിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നോമ്പ് എടുക്കുന്ന ആൾക്കാർക്കല്ലേ പ്രിയോറിറ്റീസ് കൊടുക്കേണ്ടത്. അവർ അത്രയും നേരം വിശന്ന് ഒന്നും കഴിക്കാതിരിക്കണതല്ലേ. അപ്പം അവർ പോയിട്ട് പിന്നെ ഇവർ പോകാൻ വേണ്ടി നിൽക്കുമ്പം ചിലപ്പോൾ ആ സമയത്ത് തിരക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം നോമ്പ് കഴിയുന്നവരെ നമുക്ക് സ്മൂത്തി ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഗോതമ്പ് പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിന്ന് പുറത്തുനിന്നായിട്ട് രാവിലെ കഴിച്ചത്. അപ്പം പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മളുടെ ദോശേൻ്റെ ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഡെയിലി വ്ലോഗ് തന്നെ കാണിക്കാൻ വിചാരിക്കണേ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആക്കിക്കാമെന്ന് വിചാരിച്ചു. അത് മെയിനായിട്ട് ഞാനിങ്ങനെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, ആ ഒരു സീക്രട്ട് ബുക്ക്, അതൊക്കെ ഡെയിലി അത് ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എന്താ പറയുക, ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ചിലപ്പോൾ എല്ലാവർക്കും രാവിലെ ഇരിക്കാം, എന്നെപ്പോലെ ഇപ്പം രണ്ടും മിക്സ് ആയിട്ടുള്ള, ചില ദിവസങ്ങൾ രാവിലെ ഇരിക്കും, ചില ദിവസങ്ങൾ ഉച്ചയ്ക്ക് ഇരിക്കും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഭയങ്കര ഡൗണൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, നല്ല സന്തോഷം ഉണ്ടാവും, കുറച്ച് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക ചെയ്യാൻ പറ്റും, നമ്മളിൽ തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇങ്ങനെ ആ ഒരു ബുക്കിലൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ കണ്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല, പക്ഷേ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്. 5 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഫോണിൽ അലാം സെറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും സമ്പത്തിനും അങ്ങനെ എന്താ ചെയ്യുക അതിനെല്ലാത്തിനും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ശ്വാസം വലിച്ചും വിട്ടും അങ്ങനെ ഇരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്നും ആലോചിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, അതിന് കുറച്ച് പ്രാക്ടീസൊക്കെ വേണ്ടി വരും. അങ്ങനെ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ആക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് ആക്കാം, എങ്ങനെയാണെന്ന് ചെയ്യുന്നത് ചെയ്യുക. ഇതൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങൾക്ക് തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡിലിരുന്നു കൊണ്ട് ഒരു മിനിറ്റ് ടു 2 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു താങ്ക്സ് പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും അങ്ങനെ എന്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ നന്ദി പറയാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന് നന്ദി പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടാവുമല്ലോ, ആ ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ നന്ദി പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ഞാനിപ്പം വിഷൻ ബോർഡും അങ്ങനെ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം കുറേ ആൾക്കാർക്ക് ഇപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ നല്ല ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം വണ്ടീൻ്റെ വെച്ച ഈ 2025 കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ ആവണം, എന്തെല്ലാം നേടിയെടുക്കണം എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും.
അപ്പം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഫോർമുലയൊന്നുമില്ല. ആഫ്റ്റർ ഓൾ നമ്മുടെ മൈൻഡിന് ഇത് പറഞ്ഞ് പഠിപ്പിക്കുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് കുറച്ച് ലിസ്റ്റുണ്ട്, നമ്മുടെ ഈ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അത് ഓൾറെഡി ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ബുക്കിലോ പേപ്പറിലോ അത് എഴുതി വെച്ചിട്ട്, ഇപ്പം ഒരു തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ ഒരു തവണ വായിച്ചങ്ങ് വിടുക. ഇപ്പം എന്നെപ്പോലെ സമയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം നേരം സമയം ചിലവഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ 30 മിനിറ്റോ 1 മണിക്കൂറോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വെറുതെ ഒന്ന് വായിച്ചങ്ങ് വിട്ടാൽ മതി. അപ്പോൾ അത് നമ്മൾ വെറുതെ വായിച്ച് വിടുന്നതിനേക്കാട്ടിലും എനിക്ക് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതായത് ഓരോ ദിവസം എഴുതേണ്ട ആൾക്കാർക്ക്, അതായത് റിപ്പീറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ എഴുതി നാളെയും എഴുതി അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പാരറ്റ് എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. ഞാനതിൻ്റെ ജസ്റ്റ് ഒരു ലിങ്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഏതാന്നുള്ളത് ഒരു പടം സഹിതം ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിൽ റെക്കോർഡ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഇപ്പം എനിക്കൊരു 10-15 ആഗ്രഹങ്ങളുണ്ടെന്ന് വിചാരിച്ചു. അത് എല്ലാം ഞാൻ ഇപ്പോൾ ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ തവണ അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യില്ലേ, വോയിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ ആ പാരറ്റ് ആപ്പിൽ നമ്മൾക്ക് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിപ്പം ഒരു 10 ആഗ്രഹങ്ങളാണ് എനിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് അത് ആഗ്രഹങ്ങളായിട്ടല്ല, ലൈക്ക് ഓൾറെഡി കിട്ടിയ പോലെ. ഞാനിപ്പം ഒരെണ്ണം എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ എൻ്റെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അത് മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൈ യൂട്യൂബ് ചാനൽ ഈസ് മോണിറ്റൈസ്ഡ്, അതൊരെണ്ണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം. അങ്ങനെ ഒരു 10 ആഗ്രഹങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു, അത് റെക്കോർഡ് ചെയ്യുക. ഈ പാരറ്റ് ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് നമ്മുടെ തത്ത പറയില്ല, റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ നമ്മൾക്ക് ആ ഒരു 10 ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഞാൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 1/2 hour to 1 hour ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരുന്നിട്ട് ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം തിരക്കുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊന്നില്ലെങ്കിൽ ബസ്, മെട്രോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും നമ്മൾ പോകണ്ടാവുക, ജോലി സ്ഥലത്തോ ഇപ്പം പഠിക്കാൻ പോകുന്നവരാണെങ്കിലോ അങ്ങനെയെങ്കിലുമൊക്കെ. അപ്പം ആ സമയത്ത് നമ്മൾക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ സാധനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ സംഭവം കയറിക്കോളും. ഇത് ഒരു റോബോട്ടിക് അഫർമേഷൻസ് എന്നൊക്കെ പറയാം. പിന്നെ ഇപ്പം എന്താ പറയുക, ഇതിനൊന്നിനും സമയമില്ലാത്ത ആൾക്കാരാണ്, വീട്ടിലെ ജോലിയുള്ള വീട്ടമ്മമാർ, വെറുതെ ഇരിക്കണവരൊന്നുമല്ല, അവർക്ക് ഒരുപാട് പണിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തോ ക്ലീൻ ചെയ്യുന്ന സമയത്തോ എപ്പോഴാണെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതങ്ങ് കേട്ടുകൊണ്ടിരിക്കുക. നമ്മളതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവണം എന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടേക്ക് സംഭവം കയറിക്കോളും. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുക, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. തിരക്കുള്ള ആൾക്കാർക്കും ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് രാവിലെ സമയങ്ങളിൽ. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പം തമാശ പോലെ തോന്നുമായിരിക്കും, പക്ഷേ നല്ലൊരു ഐഡിയ ആണ്. കാരണം നമ്മളറിയാണ്ട് തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ സംഭവം അങ്ങോട്ട് കയറും. ഇപ്പം ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ചപ്പോഴേ മുതൽ നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾക്ക് എത്ര എന്താ പറയുക മോഡേൺ ആയാലും നമ്മൾക്ക് ചിലതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ടേക്ക് അതങ്ങ് ആഴത്തിൽ പതിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഓൾറെഡി നടന്ന കണക്കിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. ഒരു 10 മിനിറ്റൊക്കെ കേട്ടാലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കേൾക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് നാളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതങ്ങ് കയറും. അപ്പോൾ അത് സെറ്റാണ്.
നടന്നു. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ കയ്യിലോട്ടേക്ക് നടക്കുക. നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും നടക്കാത്തത്. നമ്മൾ ഇന്നിരുതി വെറുതെ ഇരിക്കാമെന്നല്ല കേട്ടോ. ഇപ്പം നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. ഇപ്പം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മൊണറ്റൈസ്ഡ് ആവണം എന്നുണ്ട്. ഞാൻ ചുമ്മാ മൈ യൂട്യൂബ് ചാനൽ ഈസ് മോണറ്റൈസ്ഡ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. ഞാൻ വീഡിയോസ് ഇടാതെ എൻ്റെ ചാനൽ മോണറ്റൈസ്ഡ് ആവില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യും. അതോടൊപ്പം ഇതും കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് എന്തായാലും സംഭവം സെറ്റാവും. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. നമ്മൾക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മളിപ്പം പള്ളിയിലൊക്കെ പോയിട്ട്, ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ അത് കഴിയുമ്പം അത്രത്തോളം ഒരു ത്വര നമ്മൾക്ക് കിട്ടിയ സാധനത്തിന് നന്ദി പറയാൻ നമ്മൾ കാണിക്കാറില്ല. ഈ താങ്ക് യു എന്ന് പറയുന്ന ഈ 2 വാക്കുകൾ ഭയങ്കര ഇമ്പാക്റ്റാണ്. അപ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കണേക്കാട്ടിലും മുന്നേ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഞാൻ ബുക്കിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണിലാണ് ചെയ്യാറുള്ളത്. അത് നമ്മൾക്ക് നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, ഇപ്പം ക്യാൻവ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതും ഞാൻ കാണിക്കാം. എനിക്ക് സത്യമായിട്ട് ഈ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിങ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിനെ പറ്റിയിട്ടൊന്ന് നോക്കിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ക്യാൻവ ആപ്പ്, ആ ആപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെംപ്ലേറ്റ് കിട്ടും. ആ ഒരു ടെംപ്ലേറ്റിൽ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിലിങ്ങനെയുണ്ട്, ഈ ഇന്നത്തെ ഒരു ദിവസം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടോ, അതിനൊക്കെ നന്ദി പറയാം. അതിലൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ക്യാൻവ ആപ്പും അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 നല്ല കാര്യങ്ങൾ രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിലും മുൻപ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒന്നിങ്ങനെ നന്ദി പറയാം. എനിക്ക് ഇന്ന കാര്യം ഇന്ന് കിട്ടി, അതിനൊരുപാട് നന്ദി. അങ്ങനെ ഒരു മിനിമം ഒരു 3 കാര്യങ്ങൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. നമ്മൾക്ക് ഈ ഒരു ദിവസം തന്നു, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമുണ്ട്, നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, നല്ല വായു കിട്ടുന്നുണ്ട്, നമുക്ക് താമസിക്കാൻ വീടുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ ചുറ്റുപാടും ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതെല്ലാം നമ്മളുടെ അടുത്തോട്ടേക്ക് പിന്നെയും വരുള്ളൂ. എല്ലാ ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഓർക്കാണ്ട് നമ്മുടെ ലൈഫിൽ എന്താണോ ഇല്ലാത്തത് അതാണ് അവരെണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ എഴുതി വെച്ചോ, നിങ്ങൾ എവിടെയും എവിടെയും എത്തില്ല. നമുക്ക് എന്താ പറയുക, നമ്മൾക്കുള്ള ഒരു സങ്കടത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സങ്കടത്തിനെ തന്നെയാണ് നമ്മുടെ ലൈഫിലോട്ടേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സങ്കടം വരുമ്പോൾ അത് ഓർക്കാതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മനുഷ്യരാണ്, അതെനിക്കറിയാം. പക്ഷെ നമ്മൾക്കിപ്പം നമ്മൾ പരിശ്രമിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മൾക്ക് അത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഞാനും പല സിറ്റുവേഷൻസിലും സങ്കടപ്പെട്ടിട്ടൊക്കെ വെറുതെ ഇരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് നമ്മളത് നമ്മുടെ ലൈഫിൽ വേറൊരുപാട് എന്താ പറയുക അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഡെയിലി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം രാത്രി ഉറങ്ങണേക്കാട്ടിലും മുൻപ് മിനിമം ഒരു 3 നല്ല കാര്യങ്ങൾ, അന്ന് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഒരു താങ്ക് യു പറഞ്ഞേക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ രാവിലെ നന്ദി പറയുന്നുണ്ട്, രാത്രി നന്ദി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു സമയങ്ങൾക്ക് ഇപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ അഫർമേഷൻസ് ചെയ്താൽ മതി. ഒരു പാരറ്റ് ആപ്പ് ആണെങ്കിൽ സൂപ്പറായിരിക്കും, നമുക്ക് ചെവിയിൽ വെക്കാം. ഞാനിപ്പം ചില സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ സാധാ എൻ്റെ ഫോണിലൊക്കെ നമ്മൾ വീഡിയോ റെക്കോർഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പം വേറെ ഏതെങ്കിലും പാട്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പായി പോകാറുണ്ട്. പക്ഷേ ഈ പാരറ്റ് ആപ്പ് ആ ഒരു പ്രശ്നമില്ലേ. നമ്മൾ ഫോണിൽ വേറെ എന്ത് ചെയ്തിരിക്കുകയാണെങ്കിലും ഈവൻ ഫോണിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ
ആ ആപ്പിൽ നമ്മളുടെ ഈ വോയിസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബിസി ആണെങ്കിൽ പോലും നമ്മൾക്കിത് കേട്ടുകൊണ്ടിരിക്കാം. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫുൾ ഫോക്കസ് കൊടുക്കണം എന്നൊന്നുമില്ല. അതാണ് റോബോട്ടിക് അഫർമേഷൻസ് എന്ന് പറയുന്നത്. റോബോട്ട് ഇങ്ങനെയാണല്ലോ, ഒരു വികാരങ്ങളും ഇല്ലാണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ സാധനങ്ങൾ ചെല്ലും. അപ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ തിരക്കുള്ളവരാണെങ്കിൽ ഒരു 1 to 2 minutes ഫസ്റ്റ് ഒരു താങ്ക് യു പറയുക, അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുക. പിന്നത്തെ ഈ ഒരു റോബോട്ടിക് അഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അഫർമേഷൻസ് നമുക്ക് ചെയ്യുക. അത് പാരറ്റ് ആപ്പ് വഴിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് റെക്കോർഡായി യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത്. ഇതൊരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും നമ്മൾക്കത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അതേ ദിവസം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള 3 നല്ല കാര്യങ്ങൾ, മിനിമം ആണ് 3 എണ്ണം കേട്ടോ. നമ്മൾ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് വിരലിൽ എണ്ണാവുന്നതിന് അപ്പുറം നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതിന് നന്ദി പറയുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ജസ്റ്റ് ഇത് ഞാനും ഇതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഒരു സംഭവം ആണ്. പക്ഷെ അടിപൊളിയാണ്. എന്നിരുന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഒരു പരിധി വരെ നമ്മൾക്ക് ഈ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് നമ്മളാണ്. ഈ കുറേ ആൾക്കാർ വിധി എന്നൊക്കെ പറയും, പക്ഷെ നമ്മളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മളുടെ ലൈഫ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വലിയ ആൾക്കാരൊക്കെ അവരുടെ ലൈഫിൽ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അഫർമേഷൻസ്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് അതിൽ നിന്നും പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ, നമുക്കുള്ള സങ്കടങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ അറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് എൻ്റേതാണ്, എനിക്ക് കിട്ടിയെന്ന് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. സൈഡിൽ കൂടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും സക്സസ് നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും എത്തുന്നുണ്ടാവുക. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ വേറെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പൊതുവെ ഈ പെണ്ണുങ്ങൾക്ക് കുശുമ്പെന്ന് പറയുന്ന ഒരു ഐറ്റം അവരുടെ കൂടപ്പറപ്പായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സാധനമാണെന്ന് പറയും. നമ്മൾക്ക് നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്ന ഒരു സംഭവമാണ് അത്. അതായത് മറ്റൊരു വ്യക്തിക്ക് നല്ലൊരു കാര്യം വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ കുശുമ്പ്, അല്ലെങ്കിൽ അവൾക്കത് കിട്ടി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല, ഹായ് അവൾക്ക് കിട്ടി, ഭാഗ്യം, അപ്പം എനിക്കും കിട്ടും, അങ്ങനത്തെ ഒരു ഇതായിരിക്കണം. അല്ലാണ്ട് അവൾക്ക് കിട്ടി എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അതായത് വേറൊരാൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ അവരതിന് അർഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം മറ്റൊരാളുടെ സന്തോഷത്തിലും ഉയർച്ചയിലും നമ്മളും സന്തോഷിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. കുശുമ്പ്, കുന്നയ്മ മുതലായ സംഭവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിരുതി എനിക്കും ജലസും സംഭവങ്ങളൊക്കെ വരാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, മനുഷ്യരാണ്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇത് ലൈഫിലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലൈഫ് കുറച്ചും കൂടെയൊക്കെ പോസിറ്റീവായിട്ടും കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇന്നിപ്പം വേറെ കലാപരിപാടികളൊന്നുമില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചെയ്യുന്നൊരു സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ വലിയ അത്ര പണ്ഡിതിയൊന്നുമല്ല. പക്ഷെ ഞാൻ ചെയ്തിട്ട് കൊള്ളാം, കുറച്ചൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ വരുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.